ഇന്ന് മഴയൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഇളം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ബെല്ലൂന് കുടിക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിന് ചെറിയൊരു ക്ലോറിൻ്റെ ചുവയുണ്ട്. അപ്പോൾ അവൾക്ക് ചൂടാറ്റിയിട്ടാണ് വെള്ളം കുടിക്കാൻ കൊടുക്കാറുള്ളത് കേട്ടോ. വെയിലൊക്കെ കൊണ്ട് നിന്നാൽ നമ്മുടെ സമയം പോകും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കണം. അപ്പം മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാവിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കലക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇഡലി ഉണ്ടാക്കാറുണ്ട്, അത് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുപോലെ പുട്ട്, ഉപ്പുമാവ്, അപ്പം, ഇടിയപ്പം ഇതൊക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. കൂടുതലും ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കാറ്. പിന്നെ ഈ രാവിലെ ചോറൊക്കെ കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കെന്തോ അതങ്ങനെ പറ്റാറില്ല. അത് ചിലപ്പോൾ ഈ ഐറ്റംസൊക്കെ തിന്ന് ശീലിച്ചത് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കാറ്. അങ്ങനെ ദോശയൊക്കെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ സൺറൈസിൻ്റെ 5 രൂപയുടെ കാപ്പിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ ഇടുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാ കാപ്പിപ്പൊടിനേക്കാളും. അപ്പം എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ദോശയുടെ കൂടെ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ, തലേ ദിവസത്തെ ചിക്കൻ കറി. മിക്ക വീടുകളിലും പതിവാണല്ലോ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ചിക്കൻ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പം ഇന്നലെ ഇവിടെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചമ്മന്തി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. നിങ്ങളെല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും തന്നെ കഴിക്കണേ. ടാറ്റാ.